ഏറെ പ്രതീക്ഷയോടെ പാർട്ടി ഉറ്റുനോക്കിയ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഞെട്ടിപ്പിക്കുന്ന പരാജയം ഏറ്റുവാങ്ങിയതിന് പിന്നാലെ പുനഃസംഘടന നടത്തിയിരിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ. രാഹുൽ ഗാന്ധിയുടെ സാമൂഹിക നീതിയുടെ കാഴ്ചപ്പാടുകൾക്ക് പ്രാമുഖ്യം നൽകിയാണ് പുതിയ പുനഃസംഘടന പാർട്ടി നടത്തിയിരിക്കുന്നത്. നിർണായക സ്ഥാനങ്ങളിൽ പോലും കാതലായ മാറ്റങ്ങൾ പാർട്ടി നടത്തിയിട്ടുണ്ട്. ഹരിയാന, മഹാരാഷ്ട്ര, ഡൽഹി എന്നിവിടങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കോൺഗ്രസ് നടത്തിയത്. ഹരിയാനയിൽ ജയം ഉറപ്പിച്ചെടുത്തു നിന്നാണ് പാർട്ടിക്ക് തിരിച്ചടി നേരിടേണ്ടി വന്നത്. മഹാരാഷ്ട്രയിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. എങ്കിലും ഡൽഹിയിലേത് പ്രതീക്ഷിച്ച തോൽവി തന്നെയായിരുന്നു. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളുടെയും തുടർച്ച മാത്രമായിരുന്നു അത്. 13 സംസ്ഥാനങ്ങളിലും 4 കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും പുതിയ ചുമതലക്കാർ വരികയും 2 സംസ്ഥാന പ്രസിഡന്റുമാർ, 2 പുതിയ ജനറൽ സെക്രട്ടറിമാർ എന്നിവരെ നിയമിക്കുകയാണ് പാർട്ടി ചെയ്തിരിക്കുന്നത്. ഇത് ഹൈക്കമാൻഡ് തിരഞ്ഞെടുത്ത ആളുകൾക്ക് പ്രാധാന്യം ലഭിച്ചുവെന്ന് വ്യക്തമായി സൂചന നൽകുന്ന കാര്യം കൂടിയാണ്. കൂടുതൽ അനുഭവ സമ്പത്തുള്ളവരെയാണ് സ്ഥാനങ്ങളിലേക്ക് പരിഗണിച്ചത്. SC, ST, OBC, ന്യൂനപക്ഷങ്ങൾ എന്നിവർക്ക് ആനുപാതികമായ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്ന രാഹുൽ ഗാന്ധിയുടെ ആശയമാണ് പുതിയ പുനഃസംഘടനയിൽ പ്രതിഫലിക്കുന്നത്. പുതുതായി നിയമിതരായ 2 ജനറൽ സെക്രട്ടറിമാരിൽ സയ്യിദ് നസീർ ഹുസൈൻ കർണാടകയിൽ നിന്നുള്ള ഒരു മുസ്ലിം മുഖമാണ്. മറ്റൊരാൾ പ്രമുഖ OBC നേതാവും ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രിയുമായ ഭൂപേഷ് ബാഘേലുമാണ്. കൂടാതെ മറ്റു സംസ്ഥാനങ്ങളിലും ഈ ഫോർമുല തന്നെയാണ് പരീക്ഷിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ ചുമതലകൾ നൽകിയ 9 നേതാക്കളിൽ 3 പേർ OBCയിൽ നിന്നുള്ളവരാണ്. ഹരീഷ് ചൗധരി, അജയ് കുമാർ ലല്ലു, BK ഹരിപ്രസാദ് എന്നിവരാണത്. ഒരാൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്നു, K രാജു. മറ്റൊരാൾ ആദിവാസി പശ്ചാത്തലത്തിൽ നിന്നുള്ള വ്യക്തിയാണ്, സപ്തഗിരി ഉലക. മഹാരാഷ്ട്ര കോൺഗ്രസ് പ്രസിഡന്റ് ഹർഷവർദ്ധൻ സബ്കൽ, ഒഡീഷ കോൺഗ്രസ് മേധാവി ഭക്ത് ചരൺദാസ് എന്നിവരുടെ നിയമനങ്ങളും രാഹുലിന്റെ ന്യായത്തോട് ചേർന്ന് നിൽക്കുന്ന നടപടികളാണ്. ഇതോടെ പാർട്ടിയുടെ തീരുമാനങ്ങൾ എടുക്കുന്ന സംവിധാനത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്ന് 70% പ്രാതിനിധ്യമുണ്ടെന്ന് നേതാക്കൾ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം ചൈന അതിർത്തി തർക്കവും സാമൂഹ്യനീതിയും ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ നിരന്തരം വിമർശിച്ച രാഹുൽ ഗാന്ധിയുടെ സ്വീകാര്യത സമീപ വർഷങ്ങളിൽ പല മടങ്ങ് വർദ്ധിച്ചതായി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെ അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിലെയും ചേരിപ്പോരും ദുർബലമായതോ പാർട്ടിയുടെ ഘടനയുടെ അഭാവമോ കാരണം നല്ല അവസരങ്ങൾ മുതലാക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. ഈ പരാതിക്ക് പുതിയ പുനഃസംഘടനയോടെ പരിഹാരമാകുമെന്നാണ് കരുതപ്പെടുന്നത്. ബീഹാറിൽ ഉൾപ്പെടെ തിരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ പുനഃസംഘടന ഗുണം ചെയ്യുമോ എന്ന് കണ്ടു തന്നെ അറിയണം.